Dear students, welcome to Learner's World. In this video, I'm going to talk about the new science of building great teams by Alex Petlan, FIUGP Semester 4, SEC Humanities and other BA programs under Calicut University. The new science of building great teams by Alex Petlan. അതിൻ്റെ ഒരു സമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മികച്ച ടീമുകൾ രൂപപ്പെടുത്തുന്ന പുതിയ ശാസ്ത്രം. Teamwork plays a very important role in schools, workplaces, and communities. Although many teams have talented and skilled members, only some of them achieve great success. For a long time, people believed that leadership, intelligence, or experience were the main reasons for team success. ടീം വർക്ക്, അതായത് ഒരു ഗ്രൂപ്പ് വർക്ക്, കൂട്ടായ പ്രവർത്തനം എന്ന് പറയുന്നത് സ്കൂളുകളായാലും ജോലി സ്ഥലത്തായാലും സമൂഹത്തിലായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട്. ഒരുപാട് ടീമിനകത്ത് ഒരുപാട് ടാലൻ്റുള്ള, ബുദ്ധിയുള്ള, അനുഭവങ്ങളുള്ള, കഴിവുകളുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ആ ടീമുകളൊന്നും വിജയിക്കുന്നില്ല. ഒരുപാട് ടീമുകൾ പരാജയപ്പെടുന്നുണ്ട്. മുന്നേ ആളുകൾ വിശ്വസിച്ചിരുന്നത് ഒരു ടീം വിജയിക്കുക, ഒരു ടീം സക്സസ്, ഒരു ഗ്രൂപ്പ് സക്സസ് എന്ന് പറയുന്നത് ബുദ്ധി, അതുപോലെ എക്സ്പീരിയൻസ്, അനുഭവം ഇതിനെ അടിസ്ഥാനമാക്കിയാണ് എന്നുള്ളതായിരുന്നു. However, Alex Petlan, a professor at Massachusetts Institute of Technology, proves through scientific research that the real secret of successful teams lies in how team members communicate, not in what they discuss. അങ്ങനെ ഇരിക്കുകയാണ് അലക്സ് പെറ്റ്ലാൻ്റെ ഒരു ഗവേഷണം നടത്തുന്നത്. അദ്ദേഹം മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിലുള്ള കണ്ടെത്തലുകൾ എന്ന് പറഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ടീം എന്ന് പറയുന്നത് അതിലെ ടീം മെമ്പേഴ്സ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് അതിലെ അംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയ രീതികളിലാണ്, അവർ സംസാരിക്കുന്ന വിഷയങ്ങളിലല്ല എന്നതാണ്. അതായത് എങ്ങനെയാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ കമ്മ്യൂണിക്കേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഒരു ടീം സക്സസ്ഫുൾ ആകുന്നത്. Alex Petlan is a leading expert in human dynamics and data science. Through his research at MIT, he shows that communication patterns such as energy, engagement, and exploration can be measured and improved using technology. His work turns team building from guesswork into a scientific process. അലക്സ് പെറ്റ്ലാൻഡ് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസറാണ്. മനുഷ്യരുടെ പെരുമാറ്റവും ആശയവിനിമയ രീതികളും പഠിക്കുന്ന പ്രമുഖ ഗവേഷകനാണ്. Petlan studies many workplaces, including banks, call centers, hospitals, and offices. He observed that teams with similar skills often produced very different results. Traditional performance measures like individual talent or experience could not explain this difference. His research revealed that high-performing teams share common communication behaviors. They interact frequently, show high energy, and ensure that everyone participates equally. അപ്പോൾ അദ്ദേഹം ബാങ്കുകൾ, കോൾ സെൻറ്ററുകൾ, ആശുപത്രികൾ, ഓഫീസുകൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ നിരവധി ടീമുകളെ കുറിച്ചിട്ട് അദ്ദേഹം പഠിച്ചു. അവിടെയൊക്കെ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ കഴിവുള്ള ടീമുകൾക്ക് വ്യത്യസ്ത ഫലങ്ങളാണ് ലഭിക്കുന്നത്. റിസൾട്ട് ഡിഫറെൻ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ അവരുടെ ഇൻഡിവിജ്വൽ ടാലൻറ്റ്, എക്സ്പീരിയൻസ്, ഇതൊന്നും ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതായത് അവരുടെ എക്സ്പീരിയൻസോ ഇൻഡിവിജ്വൽ ടാലൻറ്റോ ഒന്നും ആ ഒരു ടീമിൻ്റെ വിജയത്തിൻ്റെ മാനദണ്ഡമാണെന്ന് കണക്കാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഈ ടീമുകൾക്കകത്ത് കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിലൂടെ അദ്ദേഹം തെളിയിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സക്സസ്ഫുൾ ടീം അതിന് പൊതുവായിട്ടുള്ള ഒരു ആശയവിനിമയ സ്വഭാവം ഉണ്ടെന്നാണ്. അതായത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ടീമിനകത്തൊരു ആശയവിനിമയം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അവർ സജീവമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്, ഊർജ്ജസ്വലമായിട്ട് ഇടപെടുന്നുണ്ട്, എല്ലാ അംഗങ്ങൾക്കും സംസാരിക്കാൻ അവസരം നൽകുന്നുണ്ട്. ഇതായിരുന്നു ഒരു സക്സസ്ഫുൾ ടീമിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് അദ്ദേഹം ഗവേഷണത്തിലൂടെ കണ്ടെത്തിയത്. To study these patterns accurately, Petlan and his teams used special vehicles called sociometric badges. അപ്പോൾ ഈ ഒരു ആശയവിനിമയ രീതികൾ കൃത്യമായി പഠിക്കാൻ പെറ്റ്ലാൻഡും അദ്ദേഹത്തിൻ്റെ ടീമും സോഷ്യോമെട്രിക് ബാഡ്ജസ് എന്ന ചെറിയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു. These badges do not record words but collect data on tone of voice, mood, body movement, listening behavior, and face-to-face interaction. അപ്പോൾ ഈ രീതിയിലൂടെ
വേർഡ്സ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ആളുകൾ തമ്മിലുള്ള ആശയവിനിമയം നടത്തുന്ന സമയത്തുള്ള ടോൺ ഓഫ് വോയിസ്, അവരുടെ വോയിസിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, അതുപോലെ അവരുടെ ബോഡി മൂവ്മെൻറ്റ്സ്, അവരുടെ ബിഹേവിയർ, അവരുടെ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, ഇതിലൂടെയൊക്കെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. This helped researchers overcome the limits of human observation and objectivity measure team dynamics. അപ്പോൾ ഇതിലൂടെ മനുഷ്യ നിരീക്ഷണത്തിൻ്റെ പരിമിതികളെ മറികടക്കാനൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഈ ഗ്രൂപ്പിനകത്തുള്ള ആശയവിനിമയം ഈ ഒരു സോഷ്യോമെട്രിക് ബാഡ്ജസ് ഉപയോഗിച്ചിട്ട് ആണ് കണ്ടെത്തിയത്. അപ്പോൾ അവിടെ അവർ സംസാരിക്കുന്ന വേർഡ്സുകളൊന്നും റെക്കോർഡ് ആവില്ല, പക്ഷേ അവരുടെ ബോഡി മൂവ്മെൻറ്റ്സ്, അതുപോലെ അവരുടെ ടോൺ ഓഫ് വോയിസ്, ഒരു പക്ഷേ ചില വോയിസിലുള്ള പതുങ്ങിയുള്ള സംസാരം, ഉയരത്തിലുള്ള സംസാരം, സംസാരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് വോയിസിൻ്റെ മാറ്റങ്ങൾ, അവരുടെ ബിഹേവിയറിലുള്ള ചേഞ്ചസ്, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ, ഇതിലൂടെയൊക്കെയാണ് അവർ ഈ ഒരു ആശയവിനിമയം മനസ്സിലാക്കിയത്. The findings challenged conventional beliefs. It was discovered that more communication does not always lead to better performance. In fact, teams perform best when communication is balanced. High-performing teams speak to the whole group only about half the time and spend the rest in short, focused on one-on-one conversations. Informal social interactions such as casual chats during breaks were also found to increase productivity and employee satisfaction. അപ്പോൾ ഈ ഒരു ഫൈൻഡിങ്സ് കൺവെൻഷണൽ ബിലീഫിനെ, പരമ്പരാഗതമായിട്ടുള്ള കണ്ടെത്തലുകളെ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഗവേഷണ ഫലങ്ങൾ ചില പരമ്പരാഗത വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു. കൂടുതൽ മീറ്റിങ്ങുകൾ നടത്തുന്നത് കൂടുതൽ വിജയം നൽകണമെന്നില്ല എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. ആശയവിനിമയത്തിൻ്റെ ശരിയായ സമതുലിതാവസ്ഥയാണ് പ്രധാനപ്പെട്ടത്. മികച്ച ടീമുകൾ അംഗങ്ങൾ പകുതി സമയം മുഴുവൻ ഗ്രൂപ്പുമായി സംസാരിക്കുകയും ശേഷിക്കുന്ന സമയം ചെറിയ, അതായത് ഫേസ് ടു ഫേസ് ആയിട്ട് ഒന്നോ രണ്ടോ ആളുകൾ തമ്മിലുള്ള ഒരു ആശയവിനിമയം നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇടവേളകളിലെ സൗഹൃദ സംഭാഷണങ്ങൾ പോലും ഇതിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടെത്തി. അതായത് നിരന്തരം മീറ്റിങ്ങുകൾ നടത്തി കഴിഞ്ഞാൽ ഒരു ടീം സക്സസ്ഫുൾ ആകും എന്നുള്ളത് ഇവിടെ പറയുന്നില്ല. അതായത് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഒറ്റയായിട്ട് നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് ഒന്നോ രണ്ടോ ആളുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട്. ബ്രേക്ക് കിട്ടുന്ന സമയത്ത് കുറച്ച് സൗഹൃദ സംഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ആകുള്ളൂ, കുറച്ചും കൂടെ ഒരു പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. Petland identifies 3 key elements of effective communication that decide team success. അപ്പോൾ ഒരു ടീമിനെ വിജയിപ്പിക്കാനുള്ള 3 കീ എലമെൻറ്റ്സ്, 3 ഘടകങ്ങൾ, ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള 3 ഘടകങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതിലാദ്യം വരുന്നതാണ് ദ ഫസ്റ്റ് ഇസ് എനർജി, വിച്ച് റെഫേഴ്സ് ടു ദ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻട്രാക്ഷൻസ്. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ പ്രൊഡ്യൂസസ് ദ ഹയസ്റ്റ് എനർജി. ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് എനർജിയാണ്, ഊർജം. അതായത് ഊർജം എന്ന് പറയുന്നത് ആശയവിനിമയത്തിൻ്റെ ആവർത്തനവും ശക്തിയും, അതുപോലെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ആശയവിനിമയം ആണ് ഏറ്റവും ഫലപ്രദമായിട്ട് ഉള്ളത്. നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അവിടെ കുറച്ചും കൂടെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുന്നുണ്ട്. ദി സെക്കൻഡ് എലമെൻറ്റ് ഈസ് എൻഗേജ്മെൻറ്റ്, വിച്ച് മീൻസ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ബൈ ഓൾ മെമ്പേഴ്സ് റാദർ ദാൻ ഡൊമിനേഷൻ ബൈ വൺ പേഴ്സൺ. രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് എൻഗേജ്മെൻ്റ് ആണ്, പങ്കാളിത്തം. എല്ലാവരും തുല്യമായിട്ട് പങ്കെടുക്കുക, ഒരാൾ മാത്രം ആധിപത്യം പുലർത്താതിരിക്കുക, എല്ലാവർക്കും ഈക്വൽ ചാൻസ് നൽകുക, അവിടെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കും. The third element is exploration, which involves reaching outside the team to gather new ideas and information. Successful teams maintain a balance among all 3 elements. എക്സ്പ്ലോറേഷൻ, അതായത് പുതിയ ആശയങ്ങൾ തേടൽ, ടീമിന് പുറത്തുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടുകയും പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്യാം. ഈ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് പെറ്റ്ലാൻഡ് കണ്ടെത്തിയതാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്.
The lesson also introduces the concept of the ideal team player known as charismatic connector. Such individuals actively communicate, listen, alternatively connect people, share ideas, and encourage equal participation. Research shows that teams with more charismatic connectors tend to be more successful. ഈ ഭാഗത്ത് ഒരു ആശയം അവതരിപ്പിക്കുന്നുണ്ട്, ചരിസ്മാറ്റിക് കണക്റ്റ്. ഇവരാണ് മികച്ച ടീം അംഗങ്ങൾ. അവർ സംസാരിക്കുകയും കേൾക്കുകയും തുല്യമായി ചെയ്യുന്നു, എല്ലാവരെയും ബന്ധിപ്പിക്കുന്നു, ആശയങ്ങൾ പങ്കിടുന്നു, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം ആളുകൾ കൂടുതലുള്ള ടീം കൂടുതൽ വിജയമാകും എന്നാണ് പറയുന്നത്. അതായത് ഒരു ചരിസ്മാറ്റിക് കണക്റ്റർ എന്നാണ് അതിനെ വിളിക്കുന്നത്, ആ ഒരു ആശയത്തിന്. അതായത് ഇങ്ങനെയുള്ള ആളുകൾ ആക്റ്റീവ്ലി ആയിട്ട് ടീമിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മറ്റുള്ളവരെ കേൾക്കും, മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധങ്ങൾ പുലർത്തും, കണക്റ്റ് ചെയ്യും, ഐഡിയാസ് ഷെയർ ചെയ്യും, അതുപോലെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒരു ആശയമാണ്, അങ്ങനെയുള്ള ഒരു കൂട്ടം ഒരാളുകളാണ് ഈ ഒരു ഐഡിയൽ ടീം പ്ലെയർ. അതിനെ വിളിക്കുന്നതാണ് ചരിസ്മാറ്റിക് കണക്റ്റർ എന്ന് പറയുന്നത്. ഇവർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ടീം കുറച്ചും കൂടെ സക്സസ്ഫുൾ ആകും എന്നാണ് പറയുന്നത്. Petland explains how organizations can use communication data to improve performance. The process involves exploring communication patterns, visualizing data to identify problems, and tuning interactions through small changes. Simple steps like rearranging office seating, encouraging face-to-face communication, and promoting informal interaction can bring significant improvement. പിന്നീട് പെറ്റ്ലാൻഡ് വിശദമാക്കുന്നത് ടീമുകളുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ഡാറ്റ ഉപയോഗിക്കുന്നത് എങ്ങനെ എന്നതും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം ആശയവിനിമയ മാതൃകകൾ പഠിക്കുന്നു, പിന്നീട് അവ ദൃശ്യരൂപത്തിൽ കാണിച്ച്, വിഷ്വലൈസേഷൻ രൂപത്തിൽ കാണിച്ച് പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു, അവസാനം ചെറിയ മാറ്റങ്ങൾ വരുത്തി പ്രകടനം മെച്ചപ്പെടുത്തുന്നു. ഇരിപ്പിട ക്രമീകരണം മാറ്റുക, നേരിട്ടുള്ള സംഭാഷണം പ്രോത്സാഹിപ്പിക്കുക, അതുപോലെ അനൗപചാരിക ആശയവിനിമയം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ ഫലം നൽകുന്നു അദ്ദേഹം പറയുന്നുണ്ട്. In conclusion, the new science of building great teams proves that team effectiveness is not mysterious or accidental. It is a measurable and improvable science-based communication patterns. By focusing on energy, engagement, and exploration, teams can be enhance productivity, creativity, and overall success. അപ്പോൾ ഇതൊരു ഇതിൻ്റെ അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യുന്ന തരത്തിൽ പറയുകയാണെങ്കിൽ, മികച്ച ടീം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു മികച്ച ടീം എന്ന് പറയുന്നത് ഒരിക്കലും മിസ്റ്റീരിയസ് ഓർ ആക്സിഡൻ്റൽ അല്ല എന്ന് പറയുന്നുണ്ട്. അതായത് അത് രഹസ്യമല്ല, അതുപോലെ ശാസ്ത്രീയമായി അളക്കാനും മെച്ചപ്പെടുത്താനും കഴിയുന്ന ഒന്നാണെന്നും ഈ ഒരു ലെസൺ തെളിയിക്കുന്നുണ്ട്. ശരിയായ ആശയവിനിമയ രീതികൾ ഉപയോഗിച്ചാൽ ഏതൊരു ടീമിനും വിജയം കൈവരിക്കാൻ കഴിയും. അതായത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനാണ് ഒരു ടീം വിജയിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് എനർജി ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ടീമിനകത്ത്, എൻഗേജ്മെൻറ്റ്, എല്ലാവരും തുല്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഒരാൾക്ക് മാത്രം ആധിപത്യം കൊടുക്കാതിരിക്കുക, അതുപോലെ എക്സ്പ്ലോറേഷൻ, ഇതൊക്കെ ആ ഒരു ടീമിനകത്ത് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുമൂലം സക്സസ്ഫുൾ ടീമായിട്ട് മാറാൻ കഴിയും.